Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. നമ്മ യൂണിറ്റ് 5ലേക്ക് പുതിയ ചാപ്റ്റർ ആണ് എടുക്കുന്നത്. യൂണിറ്റ് 5 എല്ലാവരുടെ കയ്യിൽ ഒരു പോർഷൻ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അതെ മാം. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഫസ്റ്റ് എയ്ഡ് എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അപകടം പറ്റി ആ ഒരു സ്പോട്ടിൽ നമുക്ക് കൊടുക്കണം ആ ഒരു എന്താ പറയാ ട്രീറ്റ്മെന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. മലയാളത്തിലെ പ്രാഥമിക ശുശ്രൂഷ എന്ന് പറയും. ആ ആക്സിഡന്റ് സംഭവിക്കണ ആ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ ഒരു അപകടം സംഭവിക്കണ ആ സമയത്ത് ആ സ്ഥലത്ത് വെച്ച് കൊടുക്കണം ആ ഒരു ട്രീറ്റ്മെന്റിനാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറയാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ആ പേഷ്യന്റിനെ എത്തിക്കണം. അപകടം പറ്റിയ ആ പേഷ്യന്റിനെ കൊണ്ട് ഹോസ്പിറ്റൽ ഡോക്ടറിന്റെ അടുത്ത് എത്തിക്കണം. ആ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ടൈമിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത്. ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ഡിഗ്രീസോ ഒന്നും ആവശ്യമില്ല. ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ആർക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് പറ്റും. നമ്മള് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, സ്കൂളുകളിലാണ് വർക്ക് ചെയ്യുന്നത്. എപ്പോ വേണമെങ്കിലും കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും കുട്ടികൾക്ക് ആക്സിഡന്റ് ഒക്കെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അവർ കളിക്കാവും, ഇപ്പൊ പീരീഡ് ഒക്കെ കളിക്കാനൊക്കെ വിടുമ്പോ പുറത്ത് പോകുമ്പോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ചെറിയ ചെറിയ ആക്സിഡന്റ് ഒക്കെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ടീച്ചേഴ്സ് ആയിരിക്കും നമ്മൾ എന്ത് അറിഞ്ഞിരിക്കണം, അവർക്ക് ഓരോ ആക്സിഡന്റും എന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പോ അസുഖങ്ങളെ കുറിച്ച് പഠിച്ചു. ഇനി ആക്സിഡന്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ അവർ എന്ത് കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും പേടിച്ച് മാറി നിൽക്കാൻ പാടില്ല. ഇപ്പൊ ഒരാൾക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോ അത് കണ്ട് പേടിച്ച് മാറി നിൽക്കാൻ പാടില്ല. നമ്മൾ എന്താണോ ആ പർട്ടിക്കുലർ ടൈമിൽ ആ ചെയ്യുന്നത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു കാര്യം നമ്മൾ ചെയ്തിരിക്കണം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ആ ഒരു ആക്സിഡന്റ് പറ്റി ആ ഒരു സമയത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തിയുടെ ജീവൻ വരെ രക്ഷപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ടീഷൻ വേഴ്സ് ആകും. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിയതിനേക്കാളും മുമ്പായിട്ട് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് എങ്ങനെ വന്നത്, ഈ പ്രോപ്പർ ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് കിട്ടാത്ത വരുമ്പോഴാണ് നമ്മൾ അദ്ദേഹത്തിന് മരണം വരെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും എന്ത് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, ഓരോ അസുഖങ്ങൾക്ക് എന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കേണ്ടതെന്നും അതേപോലെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ളൊരു എന്താ പറയാ ഒരു ധൈര്യവും നമുക്ക് എല്ലാവർക്കും വേണം. ഓക്കെ ആണോ? ഓക്കെ മിസ്. ഓക്കെ, എല്ലാവർക്കും ആ ഒരു എന്ത് വേണം, കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യണം. നമ്മൾ ഒരിക്കലും പേടിച്ച് മാറി നിൽക്കരുത്. അയ്യോ ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് വിചാരിച്ച് മാറി നിൽക്കരുത്. എന്ത് ചെയ്യണം, എന്താണോ ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നത് ആക്സിഡന്റ് എന്ത് ഫസ്റ്റ് എയ്ഡ് ആണോ നമുക്ക് കൊടുക്കാൻ പറ്റുക എന്ന് ആലോചിക്കാം. പെട്ടെന്ന് നിമിഷങ്ങൾക്കകം നമ്മൾ ആ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാം. ചിലപ്പോൾ ആ ഒരു കുട്ടിയുടെ ജീവൻ വരെ രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അതിന്റെ ആ കുട്ടിന്റെ കണ്ടീഷൻ വേഴ്സ് ആവാനുള്ള ചാൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് എയ്ഡിലേക്ക് വരാം കേട്ടോ. ഇറ്റ് ഈസ് നാച്ചുറൽ ടു ഹാവ് എൻ ആക്സിഡന്റ് ഇൻ സ്കൂൾസ്. സാധാരണഗതിയിൽ ഒരു ആക്സിഡന്റ് സ്കൂളിൽ സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. നമ്മളൊക്കെ ഇപ്പൊ അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോ മുമ്പൊക്കെ എന്ന് വെച്ചാല് ഭയങ്കര വെയിലൊക്കെ ഉള്ള ദിവസങ്ങളാണ് അസംബ്ലിയിൽ ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും തലകറങ്ങി വീഴാതെ ഇരിക്കാറില്ല അല്ലെ? എന്റെയൊക്കെ ഓർമ്മയില് എന്റെ ക്ലാസ്സിൽ എന്റെ സ്കൂളിൽ അസംബ്ലിയൊക്കെ നടക്കുന്ന സമയത്ത് ആരെങ്കിലും തലകറങ്ങി ഇരിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഒരു ആക്സിഡന്റ് സംഭവിക്കുക എന്ന് പറയുന്നത് സ്കൂളുകളിൽ എന്താണ് നാച്ചുറൽ ആണ്. പിള്ളേര് തമ്മിൽ കളിക്കുമ്പോൾ എങ്ങാനും വീണ് കൈ പൊട്ടുക അങ്ങനെയൊക്കെ ആക്സിഡന്റ് നമുക്ക് പരിചയമാണ്. It is required that before actual medical aid can be pursued, something has to be done to be injured. അപ്പൊ ഈ ഇഞ്ചുറി പറ്റിയിരിക്കുന്ന ആൾക്ക് മെഡിക്കൽ എയ്ഡ് കിട്ടുന്നേക്കാളും മുമ്പ് അല്ലെങ്കിൽ ഡോക്ടറുടെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ സർവീസ് കിട്ടുന്നേക്കാളും മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ ഒരു എന്താ പറയാ ആ ഒരു ആക്സിഡന്റിന്റെ വ്യാപ്തം കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയണത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. This kind of treatment is called first aid. ഇങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റിന് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എയ്ഡ് ഈസ് നോട്ട് എ പ്രോപ്പർ ട്രീറ്റ്മെന്റ്. ഒരിക്കലും ഫസ്റ്റ് എയ്ഡ് കിട്ടിയെന്ന് പറഞ്ഞ് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ആവില്ല. എനിക്ക് ഫസ്റ്റ് എയ്ഡ് കിട്ടി, എനിക്ക് ഇനി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പാടില്ല.
It is a relief given to the patient before the proper treatment by the doctor is made available. നമുക്ക് ആ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ ആ ഒരു ഇഞ്ചുറിന്ന് ഒരു എന്താ ഒരു ചെറിയൊരു ഒരു റിലീഫ് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യണുള്ളൂ. ഓക്കെ, ഫസ്റ്റ് എയ്ഡ് ഇസ് ഡിഫൈൻഡ് ആസ് എ ട്രീറ്റ്മെന്റ് ദാറ്റ് ഗിവൺ ഓൺ ദ സ്പോട്ട്. ആ ഒരു ആക്സിഡന്റ് പറ്റി സംഭവ സ്ഥലത്ത് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയണത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ബിഫോർ ദ ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് ഇസ് റീച്ച്ഡ്. എപ്പോഴാണ് ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നത്? മെഡിക്കൽ എയ്ഡ് എത്തുന്നതിനേക്കാളും മുമ്പ് അല്ലെങ്കിൽ മെഡിക്കൽ എയ്ഡ് റീച്ച് ചെയ്യുന്നതിനേക്കാളും തൊട്ട് മുമ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സ്കൂളുകളിലാവട്ടെ കുട്ടികൾക്ക് ആക്സിഡന്റ് സംഭവിക്കാന്നുള്ളൊരു സ്വാഭാവികമാണ്. പിള്ളേർ കളിക്കുമ്പോ കൈ പൊട്ട അല്ലെങ്കിൽ കുട്ടികളെ ഞാൻ തലകറങ്ങി വീഴുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ആക്സിഡന്റ്സ് നമുക്ക് ദിവസവും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും, മെഡിക്കൽ എയ്ഡ് എത്തുന്നേക്കാളും മുമ്പ് അല്ലെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് കിട്ടുന്നേക്കാളും മുമ്പ് നമ്മൾ ഓരോരുത്തരും ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടി വരും. ആ വ്യക്തിക്ക് എന്ത് കൊടുക്കേണ്ടി വരും, ഫസ്റ്റ് എയ്ഡ് ആദ്യം തന്നെ കൊടുക്കുന്ന ചികിത്സ കൊടുക്കേണ്ടി വരും. ഇതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് നല്ലതായിട്ടും നല്ല ഒരു അറിവും മാത്രം മതി. ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് നല്ല അറിവ് വേണം. ഇന്ന കാര്യങ്ങൾ നടക്കുമ്പോ ഇന്ന ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കേണ്ടതെന്നുള്ളൊരു അറിവ് വേണം. ഇപ്പൊ എന്താ പറയാ, പാമ്പ് കൊത്താണെങ്കിൽ ആ പാമ്പ് കൊത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് കവർ ചെയ്ത് വെക്കണം. പാമ്പ് കടിച്ചതിന് തൊട്ട് മുകളിലും അതേപോലെ താഴെയും നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ചരട് ഉപയോഗിച്ച് അല്ലെങ്കിൽ നല്ല വള്ളി ഉപയോഗിച്ച് ബ്ലീഡിങ് അല്ല ബ്ലഡിന്റെ ഫ്ലോ പോകാത്ത രീതിയിൽ എന്ത് ചെയ്യണം, കവർ ചെയ്യണമെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നല്ല അറിവുണ്ടെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് അറിവുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് ആ സ്പോട്ടിൽ ആക്സിഡന്റ് സംഭവിച്ച സ്ഥലത്ത് എന്ത് എടുക്കാൻ പറ്റും, ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ശരിക്കും ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് അല്ല. ഫസ്റ്റ് നമ്മ ആ ഒരു എന്താ പറയാ ഒരു ആക്സിഡന്റിന്റെ കണ്ടീഷൻ വേഴ്സ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം കൊടുക്കുന്ന ഒരു റിലീഫ് മാത്രമാണ് ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിൽ പോവാ. മെഡിക്കൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ അടുത്തോ അല്ലെങ്കിൽ കാര്യങ്ങൾ പറയാ എന്താണ് പറ്റിയെന്ന് പറഞ്ഞ് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാം. ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് എവിടെയാന്ന് പറഞ്ഞു, ആ ആക്സിഡന്റ് സംഭവിച്ച സ്ഥലത്ത് വെച്ചാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത്. മെഡിക്കൽ എയ്ഡ് റീച്ച് ആവുന്നതിന് തൊട്ട് മുമ്പാണ് ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ ആണോ ഈ പറഞ്ഞതെല്ലാം? ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് പറഞ്ഞതെല്ലാം ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്ന് ഒരാൾ പറഞ്ഞേ. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഫസ്റ്റ് എയ്ഡിൽ വരുന്നത്. ഇതൊരു പ്രോപ്പറായിട്ടുള്ള ചികിത്സയല്ല. നമ്മൾ ആ ഒരു ഇഞ്ചുറി പെട്ടെന്ന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഒരു സ്നേക്ക് ബൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാല് നന്നായിട്ട് ആ സ്പോട്ടറിൻ്റെ മുകളിൽ ടൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡിലേക്ക് ഇത് പെട്ടെന്ന് കലർന്ന ഒരു സിവിയറിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഫസ്റ്റ് എയ്ഡ് കൊണ്ടുള്ളൊരു മേജറായിട്ടുള്ള കാര്യമാണ്. പിന്നെ പറയണത് നമ്മൾ സ്കൂളിൽ കുട്ടികളൊക്കെ ഇതുപോലെ വഴക്കുണ്ടാക്കി അപ്പോഴൊക്കെ ആരെങ്കിലും പിടിച്ച് തള്ളുമോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും വീണ് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പാനിക്കാവും. അപ്പോൾ അവരുടെ കാൽമുട്ടിയിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ചോരയൊക്കെ വന്നാൽ പെട്ടെന്ന് ഡെറ്റോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് നമുക്കത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും അതൊരു റിലീഫാണ്. അപ്പം അങ്ങനെയൊക്കെ അതാണ് മെയിനായിട്ട് ഫസ്റ്റ് എയ്ഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് മനസ്സിലാക്കിയ വേറൊരാൾ പറഞ്ഞു കേട്ടോ. ഞാൻ പറയട്ടെ മിസ്? മാം ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? ഞാനിപ്പോ അത് ക്ലിയർ ചെയ്തേ ഉള്ളൂ. എന്താണ് ഫസ്റ്റ് എയ്ഡിനെ പറ്റി ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം ഒന്നും കൂടി കേട്ടോ. ഓക്കെ മാം. സ്നേഹ പറഞ്ഞോട്ടാ. ഓക്കെ മിസ്. മിസ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് നമ്മൾ വീഴുന്ന പിന്നെ അസംബ്ലിക്കൊക്കെ നിൽക്കുമ്പോൾ വീഴുന്ന സമയത്ത് നമുക്ക് പരിക്കുകൾ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആ പരിക്കുകൾക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് ആ സ്പോട്ടിൽ വെച്ച് തന്നെ നമ്മളത് കൊടുക്കും. കൂടാതെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന വ്യക്തിക്ക് അതിനൊരു ധൈര്യവും അറിവും ഉണ്ടായിരിക്കണം. പിന്നെ ഇതൊരിക്കലും ഒരു ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ല, പ്രോപ്പർ ആയിട്ട് എടുക്കുന്ന ട്രീറ്റ്മെന്റ് അല്ല. പകരം
നമ്മൾ ആ സമയത്ത് ആൾക്ക് കൊടുക്കുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് ബെറ്റർ ട്രീറ്റ്മെന്റിനായിട്ട്. നെക്സ്റ്റ് ആരാ പറയണത് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച്? ഞാൻ പറയാം. പറഞ്ഞോളാം. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ പ്രാഥമിക ചികിത്സയാണ്. അതായത് ഇപ്പോൾ സ്കൂളുകളൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അപകടമൊക്കെ പറ്റാൻ കൂടുതൽ സാധ്യത. കാരണം കുട്ടികളൊക്കെ ഉള്ളതല്ലേ, കളിക്കുമ്പോൾ വീഴാം, അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡോക്ടറെ അടുത്തേക്ക് എത്തുന്നതിന് മുന്നേ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ചികിത്സയാണ് പ്രാഥമിക ചികിത്സ. അതാണ് ഫസ്റ്റ് എയ്ഡ്. അതൊരു പ്രോപ്പറായ ട്രീറ്റ്മെന്റ് അല്ല. നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് എയ്ഡ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് മെഡിക്കൽ എയ്ഡ് എടുക്കേണ്ടതുണ്ട്. പിന്നെ എന്താ, ഫസ്റ്റ് എയ്ഡ് ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് അല്ല. ഇതൊക്കെ തന്നെ, അതായത് അപകടം പറ്റി ആ സ്പോട്ടിൽ നമ്മൾ കൊടുക്കണ ചികിത്സ, അതാണ് ഫസ്റ്റ് എയ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വേറെ ആർക്കും പറയാനുണ്ടോ? മിസ് ഞാൻ പറയാം മിസ്. പറഞ്ഞോ. പ്രാഥമിക ശുശ്രൂഷയാണ് ഫസ്റ്റ് എയ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും അസുഖം, പരിക്ക് മാത്രമല്ല, അസുഖം ഇത് മൂലം മരണം വരെ സംഭവിക്കുന്ന പല കാര്യങ്ങളും ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ആദ്യമായിട്ട് നമ്മൾ എല്ലാവരും ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് നല്ലൊരു പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. കുഞ്ഞു കുട്ടികൾ മുതൽ നമ്മൾ വലിയവർ വരെയും. ഇത് നമുക്ക് വലിയ വലിയ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും അത് എല്ലാവരെയും സഹായിക്കും. പിന്നെ വീട്ടിലും അതിൻ്റെതായ സാധനം കിറ്റൊക്കെ, ഫസ്റ്റ് എയ്ഡ് കിറ്റൊക്കെ ഉണ്ടായിരിക്കണം. നമ്മൾ പിള്ളേർക്ക് അതിനെങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇത് വന്നിട്ട് ഒരു പ്രോപ്പർ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുന്ന മുമ്പായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റൽ ഡോക്ടറെ കാണിക്കുന്നത്. അപ്പോൾ അത് അവർക്ക് ഇച്ചിരിയും കൂടെ എളുപ്പമായിരിക്കും എല്ലാ കാര്യങ്ങളും. ഓക്കെ, നേരത്തെ കയറാത്തത് കൂടി പറയുകയാണ്. നമ്മ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, ആക്സിഡന്റ് സംഭവിച്ച ആ സ്പോട്ടിൽ കൊടുക്കുന്ന ആ ട്രീറ്റ്മെന്റാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇതൊരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് അല്ല. നമ്മൾ ഡോക്ടറുടെ അടുത്തോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിനേക്കാളും മുമ്പ് നമ്മൾ ആ ഒരു പ്രൊവൈഡ് ചെയ്യുന്നത് ആക്സിഡന്റിന് ഈ ഡോക്ടറുടെ അടുത്ത് വിസിറ്റ് ചെയ്യണ ആ ഒരു ഗ്യാപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് നമ്മൾ എന്ത് പറയുന്നത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എയ്ഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കൽ എയ്ഡ് ആവശ്യമാണെങ്കിൽ എന്തായാലും മെഡിക്കൽ എയ്ഡ് എടുക്കണം. എന്നുവെച്ചാൽ ഹോസ്പിറ്റലിൽ പോകാൻ ഡോക്ടറെ കാണാം. പിന്നെ എന്താ പറയുന്നത്, ഇതൊരു റിലീഫ്സ് ആണ് പേഷ്യൻസിന്. എന്താണ് റിലീഫ്സ് ആണ്, നമ്മുടെ കണ്ടീഷൻ കുറച്ച് വയസ്സാവാതിരിക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് പ്രൊവൈഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിലുള്ള ആളായിരിക്കാം. അതിനെ കുറിച്ച് അറിവും ഈ ആക്സിഡന്റിനെ കുറിച്ച് അറിവും അത് എന്ത് ഫസ്റ്റ് എയ്ഡ് ആണോ കൊടുക്കണ്ടേ എന്നൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി ആർക്ക് വേണമെങ്കിലും ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളൊക്കെ ടീച്ചേഴ്സ് ആയിട്ട് എവിടെ വർക്ക് ചെയ്യണത്, സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആക്സിഡന്റ് സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. കാരണം പിള്ളേര് തമ്മിൽ എന്തെങ്കിലും അടിപിടി കൂടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം പറ്റി ചെറിയ ചെറിയ ആക്സിഡന്റ്സ് എന്തായാലും ഡെയിലി നമ്മളുടെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കുട്ടികളായിട്ട് കൈകൊട്ടി കാലുകൊട്ടി എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടാവും. അപ്പൊ അതിനൊക്കെ എന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കേണ്ടതെന്ന് ഓരോ ടീച്ചറായും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി കുറച്ചുകൂടി സീരിയസ് ആണെങ്കിൽ പോലും എന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ള കാര്യം ആരറിയിക്കണം, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. എന്നാലും നമുക്ക് ആ സ്പോട്ടിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മളെല്ലാവരും ഈ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് നല്ല ധാരണ വേണം കൊടുക്കാനായിട്ട്. എന്താ വെച്ചാൽ ഇന്ന സിറ്റുവേഷനിൽ കുട്ടി തളറി വീണു, അപ്പൊ എന്താണ് ചെയ്യേണ്ടേ എന്ന് വിചാരിച്ച് മാറി നിൽക്കില്ല നമ്മൾ മോണ്ടിസോറി പഠിച്ച ഓരോ ടീച്ചേഴ്സും ചെയ്യണത്. ഇന്ന ഫസ്റ്റ് എയ്ഡ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ചെല്ലാം. ആ കുട്ടികളെല്ലാവരും മാറ്റാം, കുറച്ച് വെള്ളം കൊടുക്കുക, കുറച്ച് ചെറു ചൂടുള്ള വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ മുഖത്തൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുക. ആ കൊച്ചിന്റെ അത്യാവശ്യം ബ്രീത്ത് ചെയ്യുന്ന രീതിയിൽ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ഡ്യൂട്ടീസ് ആണെന്ന് നമുക്ക് നല്ല ബോധ്യം വേണം. ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടീസ് ആണെന്നുള്ളൊരു ബോധ്യത്തോട് കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട്. ഓക്കെ, ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ആരാണ് ലേറ്റ് ആയിട്ട് കയറിയത്? നിമിയാ? അല്ല മിനിമോൾ അല്ലേ? മോന് ക്ലിയർ അല്ലേ? ഓക്കെ മാം, ക്ലിയർ ആണ്. ഞാൻ വീട്ടിലല്ല, പുറത്താണ് താമസിച്ചാണ് കയറിയതുകൊണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് ഞാൻ പറഞ്ഞു ആക്സിഡന്റുകൾ സ്കൂളുകളിൽ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. നാച്ചുറൽ ഫിനോമിന പോലെയാണ്. എല്ലാ ദിവസവും ഒരു ആക്സിഡന്റ് സംഭവിക്കാം, ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ എന്താണ്, ഓരോ സ്കൂളുകളും അവിടെ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റുകൾ ആവശ്യമുണ്ട്. ഫസ്റ്റ് എയ്ഡ് യൂണിറ്റുകൾ ആവശ്യമുണ്ട്. ഈ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റില് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് പ്രോപ്പർ ആയിട്ടൊരു നേഴ്സ്
ചില സ്കൂളുകളിൽ അത്യാവശ്യം എന്താ പറയാ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഒക്കെ ഉള്ള ഇന്റർനാഷണൽ സ്കൂളുകളിലൊക്കെ ഫസ്റ്റ് എന്താണ് നേഴ്സിംഗ് അസിസ്റ്റൻസ് സ്കൂളുകളിൽ ഉണ്ടാവും. അവരുടെ കയ്യിൽ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സ് ഉണ്ടാവും. അവരാണ് ഈ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സിന് റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ആൾക്കാര്. അതേപോലെ തന്നെ എല്ലാ സ്കൂളുകളും ഫസ്റ്റ് എയ്ഡ് കിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ട്. എന്താണ് ഫസ്റ്റ് എയ്ഡ് കിറ്റ്? ആ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ നമുക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള എന്താ പറയാ ആക്സിഡന്റിന്റെ ആ ഒരു വാക്തം കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ആക്സിഡന്റിന്റെ ആ ഒരു എന്താ പറയാ ഡീപ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഫസ്റ്റ് ഐറ്റംസ് സൂക്ഷിക്കാൻ പറ്റും. ആ ഐറ്റംസിനെയാണ് നമ്മൾ എന്ത് പറയുക അതിലൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ബോക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും എപ്പോഴെങ്കിലും ആയിട്ട് കണ്ടിട്ടുണ്ടാവും ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് പറയുന്നത്. ഒരു ബോക്സ് ആണ് വൈറ്റ് കളർ സാധാരണ ഒരു കവറുള്ള ഒരു ബോക്സ്. ആ ബോക്സിൽ ഒരു റെഡ് കളറിൽ ഒരു എന്തുണ്ടാവും ക്രോസ് ഉണ്ടാവും. പിന്നെ അതില് പഞ്ഞി കോട്ടൺ അങ്ങനെ ഒരുപാട് ഐറ്റംസ് പെറ്റാഡിൻ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എന്തുണ്ടാവും ഈ ബോക്സിന്റെ അകത്തുണ്ടാവും. ഒരു മുറിവ് സംഭവിക്കുമ്പോ നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന എന്താ പറയുക സ്കൂളിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്കൂളുകളായിരുന്നെങ്കിലും മുറിവൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു കവറൊക്കെ ചെയ്ത് ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ അവിടുത്തെ തന്നെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ നേഴ്സിംഗ് സ്റ്റാഫോ അസിസ്റ്റന്റോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യും ഈ മുറിവ് വെച്ച് കെട്ടിയൊക്കെ തരാറുണ്ട്. അപ്പൊ അവരൊക്കെ അത് എന്തിനാണ് എടുക്കുന്നത് ആ ഐറ്റംസ് ഒക്കെ എന്തിനാണ് എടുക്കുന്നത് ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ നിന്നാണ്. അപ്പൊ എല്ലാ സ്കൂളുകളും ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ്. സ്കൂളുകളുടെ കാര്യം മാത്രമല്ല കേട്ടോ, എല്ലാ വീട്ടിലും ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് എങ്കിലും വേണം. കാരണം അതും അവൈലബിൾ ആയിരിക്കണം എല്ലാവർക്കും കയ്യെത്തുന്ന രീതിയിൽ, എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ത് ചെയ്യേണ്ടത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും എന്തിൽ വേണം ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ വേണം. നോക്കാം കേട്ടോ. First aid units in schools. The schools are expected to keep an adequate number of first aid kits. അപ്പൊ എന്താണ് ഓരോ സ്കൂളുകളും adequate ആയിട്ട് ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. The service of a nursing assistant should be made available. അപ്പൊ നേഴ്സിംഗ് അസിസ്റ്റന്റ് സർവീസ് അവൈലബിൾ ആയിരിക്കണം ഓരോ സ്കൂളുകളിൽ. ഞാൻ പഠിച്ച സ്കൂളുകളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുധനാഴ്ച ദിവസം നേഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ടാവും. നേഴ്സ് ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അതേപോലെ നമുക്ക് ഇതിനെ വാക്സിന്റെ ഒക്കെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ നേഴ്സിംഗ് അസിസ്റ്റന്റിനോട് ഇപ്പൊ പറഞ്ഞാൽ മതി. അപ്പൊ അവരെന്ത് ചെയ്യും അത് അവൈലബിൾ ആക്കും. ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയാം. എനിക്ക് 10 വയസ്സിന്റെ വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം സ്കൂളിൽ വന്ന സമയത്തും ഞാൻ ലീവായിരുന്നു. അതേപോലെ എനിക്ക് വേറെ വാക്സിൻ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ നേഴ്സിംഗ് അസിസ്റ്റന്റിനോട് പോയി ചോദിച്ചിട്ട് എനിക്ക് വാക്സിൻ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അവരാണ് എനിക്ക് എന്ത് ചെയ്തത് വാക്സിന്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പൊ ഓരോ സ്കൂളുകളിലും ഇനി ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസമായിരുന്നു നേഴ്സിംഗ് അസിസ്റ്റന്റ് വിസിറ്റ് ചെയ്യണം. അപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബുധനാഴ്ച നേഴ്സ് ഉണ്ടാവും. മിക്കവരുടെ സ്കൂളുകളിൽ ഉണ്ടാവും. നമ്മ നേഴ്സ് വന്ന് വിസിറ്റ് ഉണ്ടാവും. അപ്പൊ ഈ നമ്മള് അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്ക് നേഴ്സിംഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ടീച്ചേഴ്സിനായിരിക്കും ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡ്യൂട്ടി ഉണ്ടാവുക ഏതെങ്കിലും ടീച്ചർക്കായിരിക്കും. അപ്പൊ ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നാണ് ഇനി പറയുന്നത്. The following are the essential to be included in first aid kit. എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? കോട്ടൺ wool എന്ന് വെച്ചാൽ പഞ്ഞി വേണം. പഞ്ഞി ടേപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ മുറിവൊക്കെ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില കവർ ചെയ്യുന്ന രീതിയിലുള്ള ടേപ്പ്. പിന്നെ ബ്രഷ്, റോളർ, ബാൻഡേജ്, പിന്നെ സേഫ്റ്റി പിൻ, വല്ല മുള്ള അങ്ങനെ എന്തെങ്കിലും ആരൊക്കെ കയറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഈ സേഫ്റ്റി പിന്നൊക്കെ വെച്ചിട്ട് എടുക്കാറുണ്ട്. പിന്നെ അതേപോലെ ട്രയാങ്കുലർ ബാൻഡേജ്, നീഡില്, പിന്നെ സിസേഴ്സ് കട്ട് ചെയ്യാനായിട്ട് കത്രിക, പിന്നെ സിസേഴ്സ്, നീഡില്, ഒലിവ് ഓയില്, പിന്നെ ടിപ്സേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ചവണ പോലത്തെ ഒരു ഐറ്റോട് വേണം ഞാനത് കാണിച്ചു തരാം. നമുക്ക് അറിയാത്തോണ്ടായിരിക്കും. നോക്കാട്ടോ. ഒരു സ്മോൾ ടൂളാണ്. എന്തെങ്കിലും എന്താ പറയാ എന്തെങ്കിലും ആരോ അങ്ങനെ എന്തെങ്കിലും കുപ്പിച്ചില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറി ഇരിക്കണമെങ്കിൽ നമുക്കത് ഇങ്ങനെ ഇത് പിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതാണ് ഈ പറഞ്ഞ ടിപ്സേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല അളവിലും പല സൈസിലും അവൈലബിൾ ആണ്. കൂർത്തത് അങ്ങനെ പല സൈസിലും അത് അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെന്താണ് ബോർണിക് ലിൻഡ്, പിന്നെ സ്പ്ലിറ്റേഴ്സ്, സോൾട്ട്,
കാർബോളിക് ആസിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനോയിൽ ഡെറ്റോൾ അങ്ങനത്തെ ഐറ്റംസ് ആണ് ഈ കാർബോളിക് ആസിഡ് വന്നത്. അണക്ക് നമുക്കിപ്പോ മുറിവ് സംഭവിച്ചെന്ന് വിചാരിക്കും, ഈ ഗ്രൗണ്ടിലൊക്കെ ആയിരിക്കും കുട്ടികൾ കളിക്കുന്നത്, അവിടെ വെച്ച് മുറിവ് സംഭവിച്ചതിന് നല്ല രീതിയിൽ അത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരുന്നു, നല്ല രീതിയിൽ വാഷ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് അസുഖമാണ് വന്നത് എന്ന് പറഞ്ഞ എന്ത് അസുഖമാണ് ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം, വാഷൊക്കെ ചെയ്ത് ഈ ഡെറ്റോൾ അതൊക്കെ ഉപയോഗിച്ച് വാഷൊക്കെ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് കാർബോളിക് ആസിഡ് വേണ്ടത്. പിന്നെ സോഡിയം ബൈകാർബണേറ്റ്. എന്താ സോഡിയം ബൈകാർബണേറ്റ് എന്ന് ആർക്കെങ്കിലും അറിയാവോ? അറിയോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കാരല്ലേ? എന്താണ് കാരം? ബേക്കിംഗ് സോഡ അല്ലെ? ബേക്കിംഗ് സോഡ. സോഡിയം ബൈകാർബണേറ്റ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഫസ്റ്റ് എയ്ഡില് ഇതില്. ബേക്കിംഗ് സോഡ അല്ലേ മാം? ബേക്കിംഗ് സോഡയാണ്. ഓക്കെ, നിങ്ങൾക്കൊക്കെ അറിയാം. വിനെഗർ, പിന്നെ സ്പൂണ്, പിന്നെ ടിങ്ചേഴ്സ്, പിന്നെ അയഡിൻ എന്ന് വെച്ചാൽ ടിങ്ചേഴ്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ ചതവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിടാറ് അത് എന്താണ് ഇതില്ലേ കുഴമ്പുകള്, ഏതെങ്കിലുമൊക്കെ കുഴമ്പ് ഇടൂലേ വല്ല ചതവൊക്കെ ഉണ്ടെങ്കിൽ അത് സംഭവങ്ങള്, കുഴമ്പ്, കഷായങ്ങൾ, പിന്നെ അയഡിന്റെ ആ ഒരു സൊല്യൂഷൻ നമ്മൾ മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വാഷ് ചെയ്യാൻ വേണ്ടിയാണ് അയഡിന്റെ ഒക്കെ സൊല്യൂഷൻസ്. ഇത്രയും കാര്യങ്ങൾ സാധാരണ ഒരു സ്കൂളിൽ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സിൽ വേണം. ഇപ്പൊ എന്താണ് അല്ല മാം, ടാബ്ലറ്റുകൾ വയ്ക്കാമല്ലോ. മനസ്സിലായില്ല? വേണ്ടേ മാം? ടാബ്ലറ്റ്, മെഡിസിൻസ്. ടാബ്ലറ്റ് ഇപ്പൊ പനിയുടെ ഒക്കെ ഓക്കെ, ടാബ്ലറ്റ് കേൾക്കുക. പാരസെറ്റമോളോ അങ്ങനെ എന്തെങ്കിലും മരുന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ സൂക്ഷിച്ചു വെക്കാം. ഇത് ഇത്രയും കാര്യങ്ങൾ സ്കൂളിലെ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിൽ വേണമെന്ന് പറഞ്ഞ് ഇവർ കൊടുത്തിരിക്കുന്നതാണ്. ഇനി എന്തൊക്കെ വേണമെന്ന് നമുക്ക് ഇനി കൂടുതൽ ഐറ്റംസ് ആഡ് ചെയ്യാം. എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം കേട്ടോ. പാരസ്റ്റമോൾ ഓക്കെയാണ്. പാരസ്റ്റമോൾ പനിയാന്ന് പറഞ്ഞിട്ട് പാരസ്റ്റമോൾ കൊടുക്കാം. വിക്സ് നല്ലതാണ്. ടൈഗർ ബാം ഓക്കെ. വേറെ പനി ചെക്ക് ചെയ്യുന്ന ഉപകരണമുണ്ടല്ലോ, തെർമോമീറ്റർ. ഒരു മിനിറ്റ്, എനിക്ക് ഒന്നും ക്ലിയർ ആണല്ലോ, ഓരോരുത്തരായിട്ട് പറയാം. ബെറ്റാഡിൻ നല്ലതാണ്. ബെറ്റാഡിൻ നല്ലതാണ്. ORSന്റെ ആ ഒരു പാക്കറ്റ് സൂക്ഷിച്ചു വെക്കണം, നല്ലതായിരിക്കും. ഐസ് ക്യൂബ്സ്. നമുക്ക് പനി നോക്കുന്ന ഉപകരണം വെച്ച തെർമോമീറ്റർ പറയണമെന്ന് വിചാരിച്ചത്. തെർമോമീറ്റർ ആവശ്യമാണ്. സ്പിരിറ്റ് ഓക്കെ, മുറിവ് സംഭവിക്കാൻ അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് സ്പിരിറ്റ് യൂസ് ചെയ്യാം. പിന്നെന്താ പിള്ളേരെ വിചാരിച്ചാൽ മതി. വോയിസ് വരുമ്പോഴാണ് ക്ലിയർ അല്ലാത്തത്, ഞാൻ പറഞ്ഞോളാം കേട്ടോ. വേറെ എന്തൊക്കെയാ? പെയിൻ ബാം, ടൈഗർ ബാം, അതേപോലെ മുറിവിനുള്ള ഓയിൽമെന്റ്. ഓക്കെ, ബീറ്റാഡിൻ വെക്കാമല്ലോ മാം? ബെറ്റാഡിൻ വെക്കാം. ഓക്കെ, മൂവ് നല്ലതാണ്. എന്താണ് അമൃതാഞ്ചൻ, മൂവ്. ഫസ്റ്റ് എയ്ഡിൽ ഇൻക്ലൂഡ് ചെയ്യാം. പാരസ്റ്റമോൾ ടാബ്ലറ്റ് ഓൾറെഡി പറഞ്ഞു അഞ്ചു. ബാൻഡേജ് നല്ലതാണ്, കാരണം മുറിവ് സംഭവിച്ച് നമുക്ക് അത് കവർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഗ്ലൂക്കോസ് നല്ലതാണ്, കാരണം കുട്ടികളെ തലറി വീഴാണ് ഗ്ലൂക്കോസ് കൊടുക്കാൻ. ഡെറ്റോൾ, എന്താണ് ഐസ് പാക്ക് നല്ലതാണ്, മെയിൻറ്റെയിൻ ചെയ്തായിരിക്കും. കാലമൈൻ ലോഷൻ ഓക്കെ. ഓക്കെ, ഇത്രയും ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഫസ്റ്റ് എയ്ഡ് കിറ്റില് യൂസ് ചെയ്യാൻ പറ്റും. എമർജൻസി ബ്ലാങ്കറ്റ് ഓക്കെ. എമർജൻസി കിറ്റ് ആവൂലേ അപ്പൊ? പെട്ടെന്ന് ശ്വാസ തടസ്സമുള്ളവർക്ക് ഉപയോഗിക്കാമല്ലോ. എന്തുന്നാ? ഓക്സിജൻ മാസ്ക് ഉപയോഗിക്കുന്നത്. ഓക്സിജൻ മാസ്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റ് വേണോ? അല്ല, ഞങ്ങളെ ഇവിടെയൊക്കെ അവൈലബിൾ ആണത് ഫസ്റ്റിലൊക്കെ. സിലിണ്ടറൊക്കെ ആവശ്യം വരില്ലേ? ബാൻഡേജ് പറഞ്ഞ ഹോട്ട് ബാഗ് ഓക്കെ. കാവ്യ
നല്ലതാണ്. നമുക്കറിയാം ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ആവശ്യമുള്ള കുറച്ചും കൂടി ഐറ്റംസിന്റെ പേരെല്ലാവർക്കും കിട്ടിയല്ല. ഇനി നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. നിങ്ങൾക്ക് ഞാൻ ആക്ടിവിറ്റി തരേട്ടാ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരുടെ വീട്ടിലും എന്താ ഇപ്പൊ സ്കൂളുകളിൽ സംഭവിച്ച പോലെ തന്നെ ഒരു ആക്സിഡന്റ് നമ്മുടെ വീട്ടിൽ സംഭവിക്കാന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. ഇപ്പൊ കറക്കി എത്തിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ കൈ തന്നെ മുറിയും, അല്ലെങ്കിൽ ഒന്ന് ചൂട് എന്താ പറയാ ഒന്ന് പൊള്ളല് വരാനുള്ള ചാൻസ് ഉണ്ട്. സാനിറ്റൈസർ നല്ലതാണ്. ഒന്ന് പൊള്ളി അപ്പൊ ഒരു ആന്റിസെപ്റ്റിക് ക്രീം അതൊക്കെ എന്താണ് സാധാരണ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ആവശ്യമുള്ളതാണ്. ഇതൊക്കെ എവിടെ ആവശ്യമുണ്ട്? ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ആവശ്യമുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും വീട്ടിൽ ചെന്നിട്ട് എന്താ ചെയ്യാൻ പോണെന്ന് നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് എല്ലാവരും ഓർത്ത് വെക്കുക. ഒരു 10 ഐറ്റംസ് മിനിമം 10 ഐറ്റംസ് എങ്കിലും ഉള്ള ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും അത് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് എയ്ഡ് ബോക്സ്, ഒരു ബോക്സ് എടുക്കുക. ഒരു ക്രോസ് കളറില ഒരു എന്താ പറയാ മിക്കവരുടെ വീട്ടിലുണ്ടാവും എന്നറിയാം. എന്റെ വീട്ടിലൊക്കെ ഉണ്ട് ഫസ്റ്റ് എയ്ഡ് കിറ്റ്. പാരസ്റ്റമോളും അതേപോലെ വിക്സും പിന്നെ കുറച്ച് ആന്റിസെപ്റ്റിക് ക്രീം ഉണ്ട്. എപ്പോഴും പൊള്ളലായിരിക്കുള്ളൂ വീട്ടിൽ. അതുകൊണ്ട് ഞാൻ ആന്റിസെപ്റ്റിക് ക്രീം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഡർട്ടാർഡ് ഉണ്ട്, കോട്ടൺ, അതേപോലെ തന്നെ അത് കവർ ചെയ്യുന്ന ബാൻഡേജ് ഒക്കെ വാങ്ങിച്ചൊരു ബോക്സിലാക്കി വീട്ടില് എന്റെ വീട്ടിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇല്ലാത്തവർ എന്ത് ചെയ്യാ, ഇത് ഓൾറെഡി ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാട്ടോ. അതെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് വന്നു ബോക്സിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ്. അപ്പൊ ഉള്ളവരാണെങ്കിൽ വേണ്ട, ഓൾറെഡി ഉണ്ടെങ്കിൽ അത് വേണ്ട. ഇല്ലാത്തവർ എന്ത് ചെയ്യാ, ഫസ്റ്റ് എയ്ഡ് കിറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഇനി ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഇനി ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉള്ളവരാണെങ്കിൽ ഇനി നമ്മി പറഞ്ഞ അത്യാവശ്യം ആവശ്യമുള്ള ഐറ്റംസ് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ അതില് എന്ത് ചെയ്യാ, അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പൊ ഇന്ന് തന്നെ ആക്ടിവിറ്റി എന്താണ്, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ ആണ്, എല്ലാവർക്കും മനസ്സിലായ? ഇനി ഫസ്റ്റ് എയ്ഡ് കിറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ വെച്ചാൽ മതി. ഓക്കെ, അത് കാണിക്കണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ വെച്ചാൽ മതി. ചിലപ്പോ ഞാൻ ചോദിക്കും, കാണിക്കാൻ പറയും. അതായിരിക്കും നല്ലത്. ഓക്കെ, അത്യാവശ്യം ഒരു ബോക്സ് എടുക്കുക. അതിൽ അത്യാവശ്യം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഫസ്റ്റ് എയ്ഡ് കിറ്റില് അറേഞ്ച് ചെയ്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് ഓരോരുത്തര് എന്ത് ചെയ്തിരിക്കുന്നത് അറേഞ്ച് ചെയ്തിരിക്കണേന്ന് നമുക്ക് നോക്കാം. അതായിരിക്കില്ലേ നല്ലത്? ഓക്കെ ഓക്കെ. ഫസ്റ്റ് എയ്ഡ് കിറ്റിന്റെ പിക്ക് ഉണ്ടാവുമെന്നാ എന്റെ കുറച്ച്. ഓക്കെ മാം. അത് ഫോട്ടോ എടുത്തിട്ട് അയക്കണമെന്നായിരിക്കും. ഫോട്ടോ എടുത്ത് അയക്കണ്ട, ഞാൻ വിളിക്കുന്ന ആൾക്കാർ അത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ആ കിറ്റിൽ എന്തൊക്കെയാണ് ഉണ്ടാവാന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. എടുത്ത് കാണിച്ചെന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ആ ഒരു ഐറ്റംസിന്റെ ഇമേജ് കാണിക്കാം, കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഓക്കെ അല്ലേ? പ്രിപ്പയർ ചെയ്യാല. ഇനിയിപ്പോ നമ്മുടെ അടുത്തുള്ള അവൈലബിൾ ആയിട്ട് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഈ കോട്ടനും അതേപോലെ സേഫ്റ്റി പിന്ന്, സിസേഴ്സ്, സോൾട്ട് ബോക്സിലാക്കി വെക്കും. വിനെഗർ ഒന്നും കുഴപ്പമില്ല, സ്പൂണാ, അങ്ങനെ നമ്മുടെ വീട്ടില് അവൈലബിൾ ആയിട്ടുള്ള ഒരു 10 ഐറ്റംസ്, മിനിമം ഒരു 10 ഐറ്റംസ് വെച്ചിട്ട് ആന്റിസെപ്റ്റിക് ക്രീം, പിന്നെ വേണമെങ്കിൽ ഒരു പേസ്റ്റ്, കോൾഗേറ്റ്, ഒരു ചെറിയ പേസ്റ്റ്, ഡെറ്റോൾ ഒക്കെ വന്ന രീതിയിൽ ഒരു എന്താ ഒരു ചെറിയൊരു ബോക്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ വാങ്ങിക്കാനായിട്ട് പറ്റണവരാണെങ്കിൽ വാങ്ങിച്ച് ഐറ്റംസ് ആഡ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് ഒരു ബോക്സിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് പ്രിപ്പയർ ചെയ്യണം. ഡൗട്ട് ഒന്നും ഇല്ലാതെ ഇക്കാര്യത്തില് ഓക്കെ, എല്ലാവരും അയച്ചിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്യാട്ടോ. എന്റെ വീട്ടില് മുറിയാകുമ്പോ പെറ്റാടിനെക്കാട്ടും ഞങ്ങള് മുറി കൂട്ടിയുടെ ഇല ഉപയോഗിക്കാറ്. അത് വീട്ടിൽ അവൈലബിൾ ആണല്ലോ. മുറി കൂട്ടിയിട്ട് പെട്ടെന്ന് മുറി ഉണങ്ങാനും ഉപകാരപ്പെടും. ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പെട്ടെന്ന് എനിക്ക് മുറിവ് എന്താ പറയാ, അതേപോലെ തന്നെ പനിക്കൂർക്കൊക്കെ കൂടി ഇങ്ങനെ ഇത് ചെയ്തിട്ട് പിഴിഞ്ഞിട്ട് അതിന്റെ ചാറ് എടുത്ത് മിക്കയിടത്തും ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഫസ്റ്റ് എയ്ഡ് കിറ്റ്, നമ്മുടെ വീട്ടിലുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുത്ത് വെക്കുക. അതിലുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഓരോരുത്തരും ഇന്ന ഐറ്റംസ് ആണ് എന്റെ കയ്യിലുള്ളത് എന്ന് പറയാം. ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുക്കാൻ എന്റെ നിങ്ങളുടെ പേര് പറയാ, എന്നിട്ട് ഇന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട് എന്റെ ഫസ്റ്റ് എയ്ഡ് കിറ്റ്. മിനിമം 10 ഐറ്റംസ് വേണം. ഓക്കെ അല്ലേ? യെസ് മാം. ഓക്കെ, യെസ് മാം. ഇനി ഫസ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് ദ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്. ഇനി ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന്റെ ഡ്യൂട്ടീസ് ആണ് നമ്മൾ ഇനി പറയാൻ പോണേട്ടെ. എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? ടു ഗീവ് ഫസ്റ്റ് എയ്ഡ് ഇൻസ്റ്റന്റ്ലി അറ്റ് ദ ടൈം ഓഫ് നീഡ്. ഫസ്റ്റ് എയ്ഡ് ആവശ്യമുള്ള ആ ഒരു സ്പോട്ടിൽ തന്നെ വേണം നമ്മൾ എന്ത് കൊടുക്കാനായിട്ട്, ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ആക്സിഡന്റ് സംഭവിച്ച ആ സമയത്ത് തന്നെ, അല്ലെങ്കിൽ ആ സംഭവിച്ച് കഴിഞ്ഞ്
നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ എന്ത് കൊടുക്കാനായിട്ട് എന്തെങ്കിലും പ്രിപ്പയർ ആയിരിക്കണം, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യണം. ടു കണ്ടെയ്ൻ ഓൾ ദ ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽ, നമ്മുടെ കയ്യിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആയിരിക്കണം. ടു റിമൂവ് ദ കോസ് ഓഫ് ഇഞ്ചുറി ടു ദ പേഷ്യന്റ്, നമ്മളിപ്പോ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ കോസ് ഓഫ് ഇഞ്ചുറി കുറയ്ക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. ഇപ്പൊ കുപ്പിച്ചിലൊക്കെയാണ് അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, അതൊക്കെ എന്ത് ചെയ്യാം, മാക്സിമം ആ ഒരു പ്ലേസിന്, പിള്ളേര് കളിക്കുന്ന ആ ഒരു പ്ലേസിന് അത് മാറ്റാം. അപ്പൊ എന്താണ്, അവർക്ക് എന്താ സംഭവിക്കാൻ ചാൻസ് ഇല്ല, ഇഞ്ചുറി സംഭവിക്കാനായിട്ട് ചാൻസ് ഇല്ല. അതേപോലെ തന്നെ ഭയങ്കര വെയിലൊക്കെ ഉള്ള ദിവസങ്ങളിൽ എന്ത് അസംബ്ലികൾ കണ്ടക്ട് ചെയ്യാതിരിക്കുക. സാധാരണ ഒരു നോർമൽ ടെമ്പറേച്ചർ ആണെങ്കിൽ കണ്ടക്ട് ചെയ്യുക. അതേപോലെ അസംബ്ലികൾ ഒരിക്കലും ഉച്ച കഴിഞ്ഞിട്ടുള്ള ടൈമിൽ കണ്ടക്ട് ചെയ്യാതിരിക്കുക. ഒന്നുമില്ല മോർണിംഗ്, നല്ല മോർണിംഗിൽ കണ്ടക്ട് ചെയ്യുക, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ, അല്ലെങ്കിൽ ഈവനിങ് കണ്ടക്ട് ചെയ്യാൻ നോക്കുക. ഉച്ച ടൈമിലൊന്നും കണ്ടക്ട് ചെയ്ത് ആ സമയത്തൊക്കെ പിള്ളേര് ചൂട് കൊണ്ട് കലറി വീഴാനുള്ള ചാൻസുകൾ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനത്തെ കോഴ്സുകൾ എന്ത് ചെയ്യാൻ നമ്മ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഇഞ്ചുറി വരാനുള്ള കോഴ്സുകൾ ഒഴിവാക്കാം. കൺട്രോൾ ദ ബ്ലീഡിങ് ഫ്രം ദ ഇഞ്ചുറി, ഇപ്പൊ ബ്ലീഡിങ് സ്റ്റോപ്പ് ആക്കാനായിട്ട് മാക്സിമം നമുക്ക് എന്താ ചെയ്യാൻ പറ്റാതെ ചെയ്യാം. ഒന്നിലേക്ക് കവർ ചെയ്ത് കൊടുക്കുക, ബ്ലീഡിങ് വരുന്ന സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യാതെ നല്ല രീതിയിൽ പഞ്ഞി വെച്ച് കവർ ചെയ്യാനായിട്ട് നോക്കാം. ടു ചെക്ക് ദ റെസ്പിറേഷൻ ഓഫ് ദ പേഷ്യന്റ് ആൻഡ് റീസ്റ്റാർട്ട് ഇറ്റ്സ് ബൈ അൻ ആർട്ടിഫിഷ്യൽ മെത്തേഡ്. ഇനിയിപ്പോ വെള്ളത്തിലൊക്കെ വീണ ആൾക്കാരെയാണ് നമ്മൾ രക്ഷപ്പെടുത്തണമെങ്കിൽ അവർ ബ്രീത്ത് ചെയ്യൂല. ഇപ്പൊ ഷോക്ക് അടിക്കുക അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ വീണ്ടും വരികയാണെങ്കിൽ നമ്മൾ എന്താണ് ബ്രീത്ത് ചെയ്യാനായിട്ട് ചാൻസ് കുറവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, അത് പ്രൊവൈഡ് ചെയ്യാം, അറിയാവുന്നവർ പ്രൊവൈഡ് ചെയ്യാം. ടു കവർ ദ വൂണ്ട് ഓഫ് ഇഞ്ചുറി, നമുക്കിപ്പോ മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നിടരുത്, ഒരു കാരണവശാലും മുറിവ് തുറന്നിടരുത്. കാരണം പുറത്തേക്കൂടെ ഒരുപാട് അണുക്കൾ സഞ്ചരിക്കുന്നുണ്ട്, ഈ മുറിവിൽ കൂടെ ഒരുപാട് അണുക്കൾ കയറും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പൊ നമ്മുടെ കുട്ടികൾ ആരെങ്കിലും കാലമൊക്കെ മുറിവായിട്ട് വന്നിട്ട് കളിക്കാനൊക്കെ പോകണമെങ്കിൽ മാക്സിമം ആ കുട്ടീനെ കളിക്കാൻ വിടരുത്. കാരണം പറമ്പില് എന്താ അണുക്കൾ എന്ന് പറഞ്ഞിട്ട് ടെറ്റനസിന്റെ ഒക്കെ രോഗാണുക്കളൊക്കെ പറമ്പിൽ അടുപ്പുണ്ടാവും. അപ്പൊ അത് പെട്ടെന്ന് നമ്മുടെ ഈ മുറിവിൽ കൂടെ എന്താണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കുക, ക്ലാസ്സിൽ ഇരുത്താം, മുറിവ് മാറിയത് അല്ലെങ്കിൽ നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് മാത്രം പുറത്തേക്ക് ഇറക്കാം. പിന്നെ ടു മെയിൻറ്റെയിൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ പേഷ്യന്റ് അറ്റ് നോർമൽ ലെവല്, എല്ലാ പേഷ്യന്റിന് ടെമ്പറേച്ചർ മാക്സിമം നോർമൽ ആക്കാനായിട്ട് നോക്കുക. ഇപ്പൊ വെള്ളത്തിൽ വീണ്ട വ്യക്തിയാണെങ്കിൽ നല്ല തണവായിരിക്കും. എന്ത് ചെയ്യാ, ആ നനഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി നല്ല രീതിയിൽ ചൂട് കിട്ടുന്ന ടൈപ്പില് എന്താ ബ്ലാങ്കറ്റ് ഒക്കെ കൊടുക്കുക, നല്ലതായിരിക്കും കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന്റെ ഡ്യൂട്ടീസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വേറെ എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ് ഡ്യൂട്ടീസ് ആണെന്ന് ഓരോരുത്തർ പറയാം കേട്ടോ. വേറെ എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് ഡ്യൂട്ടീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാന്നുള്ളത് നിങ്ങൾ പറയാം. മാം ഒന്നും കൂടി പറയോ? ഫസ്റ്റ് എയ്ഡ് ഡ്യൂട്ടീസ് ആണോ മനസ്സിലാവാനത്? ക്ലിയർ ആയിട്ടാ മാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഒന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മള് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യേണ്ടത് നമുക്കത് ആവശ്യമുള്ള സമയത്ത് തന്നെയാണ് ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. എപ്പോഴാണോ നമുക്ക് ആക്സിഡന്റ് സംഭവിക്കണം ആ ഒരു പെട്ടെന്നുള്ള ഒരു സമയത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യാൻ നോക്കാം. ആക്സിഡന്റ് സംഭവിക്കുക അപ്പൊ തന്നെ പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ നമ്മൾ സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്, ഫസ്റ്റ് എയ്ഡ് കിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. നമുക്ക് ആവശ്യമുള്ള ഫസ്റ്റ് എയ്ഡ് ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ആവശ്യമുള്ള മെറ്റീരിയൽസ്, അതിന് എന്താ പറയുക, ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാൻ ആവശ്യമുള്ള മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കണം. അതേപോലെ തന്നെ കോസ് ഓഫ് ഇഞ്ചുറി അവോയ്ഡ് ചെയ്യുക എന്ന് വെച്ചാൽ കാരണങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ കുപ്പിച്ചിലോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ പറമ്പിൽ കിടക്കേണ്ട അവിടേക്ക് നമ്മൾ ഒരിക്കലും കുട്ടികളെ വിടരുത്. അത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കുട്ടീനെ വിടാൻ നോക്കാം. ഇപ്പൊ നമ്മൾ ബ്ലീഡിങ് ആണെന്ന് വിചാരിക്കും, മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മുറിവിന്റെ ബ്ലീഡിങ് കുറയ്ക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. കാരണം അത് വാഷ് ചെയ്തിട്ട് നല്ല രീതിയിൽ കവർ ചെയ്യാനായിട്ട് നോക്കാം. ഇനി പേഷ്യന്റ് ചെയ്യണില്ലെങ്കിൽ എന്താണ്, റെസ്പിറേഷൻ ഈ കുറവാണെങ്കിൽ അല്ലെങ്കിൽ റെസ്പിറേഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ നമ്മള് മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇഞ്ചുറി നല്ല രീതിയിൽ കവർ ചെയ്യാനായിട്ട് നോക്കാറില്ലെങ്കിൽ ടെറ്റനസിന്റെ അണുക്കൾ വന്ന് കയറാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ പേഷ്യന്റിന്റെ നോർമൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഇപ്പൊ വെള്ളത്തിലൊക്കെ വീണ്ട ഒരു വ്യക്തിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ അയാൾ മരവിച്ചിട്ടുണ്ടാവും, നല്ല രീതിയിൽ മരവിച്ചിട്ടുണ്ടാവും. അപ്പൊ നല്ല ചൂടുള്ള എന്തെങ്കിലും കമ്പിളി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് നല്ല ചൂട് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് വരും. അല്ലെങ്കിൽ വിറവലൊക്കെ വരാനുള്ള ചാൻസും പിന്നെയും ഫിക്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഈ വെള്ളത്തിൽ വീണവരുടെ കാര്യം ഞാൻ പറഞ്ഞേട്ടാ. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സിന്റെ ഡ്യൂട്ടീസ് എന്ന് നമ്മൾ പറഞ്ഞത്. മോന് മനസ്സിലായാ? ഓക്കെ സ്പീഡിലല്ലേ പറഞ്ഞത്, നിങ്ങളെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കാൻ ടൈം കിട്ടൂലേ, അതുകൊണ്ടാണ്. ഇനി ഇവർ പറഞ്ഞ ഡ്യൂട്ടീസ് അല്ലാതെ എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാന്നുള്ളത് നമ്മ ഓരോരുത്തരും പറയാം. ബോധം കെട്ട് വീഴുവാണെങ്കിൽ കുഞ്ഞുങ്ങള് അപ്പൊ നമ്മള് വെള്ളം കയ്യിൽ കരുതണം, എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കണം.
അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ബോധം കെട്ട് വീഴുമ്പോ എന്താണ് ആ കുട്ടീനെ ചുറ്റും എല്ലാവരും വന്നതിന് കൂടാനായിട്ട് അനുവദിക്കരുത്. അവരോടൊക്കെ മാറിപ്പോകാൻ പറയും. കാരണം ഓക്സിജൻ അവിടേക്ക് നമ്മളെല്ലാവരോടും ചെല്ലുമ്പോ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ശ്വസിക്കാനൊക്കെ തടസ്സങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടിരിക്കാം, ശ്വസിക്കാൻ തലയൊക്കെ ഇടിച്ചു മുഴക്കുകയാണെങ്കിൽ അത് ബ്ലഡ് ക്ലോട്ട് വരാതിരിക്കാൻ വേണ്ടി റെസ്പിറേഷൻ എന്ന് പറയണേട്ടോ ആതിര. മാഡം ആണെങ്കിൽ വായുസഞ്ചാരമുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് കെടുത്തുക. ഒരു മിനിറ്റ് ഓരോരുത്തരും പറഞ്ഞേ, എനിക്ക് ക്ലിയർ ആവണല്ലോ. മാഡം തലയൊക്കെ ഇടിച്ച് മുഴക്കുകയാണെങ്കിൽ അവിടെ ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കാൻ വേണ്ടി ഐസ് ഒക്കെ വെക്കാൻ ശ്രദ്ധിക്കാം. വായുസഞ്ചാരമുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് കെടുത്തുക. വെളിച്ചവും വെളിച്ചമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വസനം, നമ്മ ഓക്സിജനകത്തേക്ക് എടുക്കൂലേ, ആ ഒരു പ്രോസസ്സിനെയാണ് CPR കൊടുക്കുക. എന്താണ് CPR കൊടുക്കുക. CPR കൊടുക്കാനായിട്ട് അറിയണ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ഷോക്ക് ഒക്കെ അടിച്ചിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വെള്ളത്തിൽ വീണ ഒരാളെ പേഷ്യന്റ് എടുക്കണമെങ്കിൽ CPR കൊടുക്കണം. നെഞ്ചുവേദന എന്നൊക്കെ പറയുമല്ലോ, ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞു നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബോധം കിട്ടുള്ളൂ. അവർക്കൊക്കെ എന്ത് കൊടുക്കാം, മാക്സിമം CPR കൊടുക്കാട്ടോ അറിയുന്നവര്. ഇനി ഡൈസെൻട്രി പോലുള്ള അസുഖങ്ങളാണെങ്കിൽ ORS ഒക്കെ കൊടുത്ത് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ORS കൊടുക്കാം, അത് നല്ലതായിരിക്കും. ORSന്റെ വെള്ളം കൊടുക്കാം. പകരുന്ന അസുഖങ്ങളാണെങ്കിൽ അവർ ഐസൊലേറ്റ് ചെയ്ത് മാറ്റി നല്ലതായിരിക്കും. ഓക്കെ, നല്ലതാണ്. അതുപോലെ പനിയൊക്കെ പറഞ്ഞോ, പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോ. മാം, ഞാൻ ആക്ച്വലി നാട്ടില് ഒരു സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓഫീസ് സ്റ്റാഫ് ആയിട്ടായിരുന്നു. ആ സമയത്ത് KG പഠിക്കുന്ന ഒരു കുട്ടി, ഈ കുട്ടികൾക്ക് പെൻസില് നമ്മൾ എഴുതാൻ കൊടുക്കുമല്ലോ സ്ലേറ്റില്, ആ പെൻസില് ലാസ്റ്റ് സ്കൂള് നമ്മൾ ഡിസ്പേഴ്സ് ചെയ്യുന്ന ടൈം ആയിരുന്നു. ആ കുട്ടി ഇങ്ങനെ ഇരുന്നിട്ട് മൂക്കിന്റെ അകത്ത് തിരികെ കയറ്റി വെച്ചിരിക്കുകയാണ്. ഒരു മൂക്കിന്റെ ഹോളിന്റെ അകത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. കുട്ടിക്ക് ഇങ്ങനെ സ്നീസ് ചെയ്ത് നോക്കുമ്പോ പുറത്ത് വരാതിരുന്ന് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോ ബ്ലീഡിങ് ആവുന്നായിരുന്നു. അപ്പോഴാണ് ടീച്ചറും 2 ഹെൽപ്പേഴ്സ് ഉണ്ടായിരുന്നു ക്ലാസ്സിൽ, അവര് ശ്രദ്ധിച്ചത്. അപ്പൊ എന്താ നോക്കിയപ്പം മൂക്കിൽ ബ്ലോക്ക് ആയിരിക്കാണ്, കുട്ടിക്ക് ബ്രീതിങ് ഇഷ്യൂസ് വന്നു തുടങ്ങി. ശ്വാസം കിട്ടാതായപ്പോ കുട്ടി മുകളിലേക്ക് വലിക്കാൻ തുടങ്ങി. അപ്പൊ ഇത് കേറി പോവാണ്. എന്നിട്ട് വേഗം കുട്ടിയും കൊണ്ട് ഓഫീസിലേക്ക് വന്നു. എന്നിട്ട് ഞാനും അവിടുത്തെ പ്രിൻസിപ്പൽ സാർ ഉണ്ടായിരുന്നു, സാറും കൂടിയിട്ട് ഒരു മോനെ ഇങ്ങനെ ഞാൻ പിടിച്ച് ലൈറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. ഒരു ആൺകുട്ടിയായിരുന്നു, ബോയ് ആയിരുന്നു. അവനെ പിടിച്ച് ലൈറ്റ് കാണിക്കും. പക്ഷെ ഏറ്റവും ഇതെല്ലാം ആ കുട്ടിക്ക് കരച്ചിലൊന്നുമില്ല, നല്ല സപ്പോർട്ടീവ് ആയിട്ടാ നിന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സാർ ഒരു പ്ലക്കർ പോലത്തെ ഒരു സാധനം ഉണ്ട്, നമ്മൾ ആക്ച്വലി അത് ഈ നെയിലൊക്കെ ഇതാ ചെയ്യുമ്പോൾ യൂസ് ചെയ്യണ ഒരു പ്ലക്കറാണ്. അതാണ് അപ്പൊ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അത് വെച്ചിട്ട് മെല്ലെ ആ മൂക്കിന്റെ അതില് ആ പെൻസിലിൽ പിടുത്തം കിട്ടി അത് മെല്ലെ എടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കുഞ്ഞു പിള്ളേരാകുമ്പോ അങ്ങനെയുള്ള ഇഷ്യൂസും ഉണ്ടാകാറുണ്ട്. സ്ലേറ്റ് പെൻസിലായിരുന്നു അത്. ഓക്കെ, അപ്പൊ മനസ്സിലായുള്ള ആ ഒരു ക്രിട്ടിക്കൽ ആക്സിഡന്റ് സംഭവിച്ചപ്പോ നമുക്ക് കൊടുത്ത ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചാണ് പറഞ്ഞേട്ടാ. ഓക്കെ, ഇനി ഇതേപോലെ എന്തെങ്കിലും അതിന്റെ എക്സ്പീരിയൻസിൽ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തോട്ടോ. അപ്പൊ അതേപോലെ എന്താ പറയാ, കുഞ്ഞു പിള്ളേരാണല്ലോ നമ്മള് ഡീൽ ചെയ്യേണ്ടതും ചെറിയ പിള്ളേരാണ്. LKG സെഷൻ UKG സെഷൻ മുതൽ ഒരു 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളായിരിക്കും നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. അപ്പൊ ഈ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ പീനട്സ് അതേപോലെ കാഷ്നട്ട് ഒക്കെ കഴിക്കുന്നതായിരിക്കും. ചിലപ്പോ വിഴുങ്ങും, അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ചിലവർക്ക് തൊണ്ടയിൽ കുടുങ്ങാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അവരോടൊക്കെ പറയാൻ നമ്മൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ചവച്ചരച്ച് വേണം ഭക്ഷണങ്ങളൊക്കെ കഴിക്കാന്നൊക്കെ ഉള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഈ മൂക്കില് അതേപോലെ ചെവിയിലൊക്കെ ഇരുന്ന കാര്യങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് നമ്മ വാൺ ചെയ്യാട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എയ്ഡ് ഡ്യൂട്ടീസ് കഴിഞ്ഞാ ഇനി ബാക്കി ആരാലും പറയാത്തെ, അസിസ്റ്റ് സിറ്റുവേഷൻ ക്വിക്ലി ആൻഡ് കാംലി. ഓക്കെ, ഇനി വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞേ. ഇപ്പൊ കുട്ടികൾക്ക് പനിയൊക്കെ കൂടാണെങ്കിൽ പാരസെറ്റമോൾ കൊടുത്താൽ പനി കുറയ്ക്കാൻ സാധിക്കും. പനി കൊടുക്കുക, അതേപോലെ നനഞ്ഞ തുണി തലയിലിട്ട് കൊടുക്കണം, നല്ലതായിരിക്കും. പനി കുറയാനായിട്ട് നല്ലതായിരിക്കും. ഓക്കെ, കാലിന്റെ അടി മൊത്തം നനച്ച് തൊട്ടുന്നത് നല്ലതായിരിക്കും പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ. എനിക്ക് മനസ്സിലായില്ല. പനി വന്നു കഴിഞ്ഞാൽ ബോഡി മൊത്തം നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് കുറച്ച് ടൈം നമുക്കതൊരു ഫാനിടയിൽ നടക്കുന്നത് നല്ലതായിരിക്കും. ടെമ്പറേച്ചർ ഒന്ന് കുറഞ്ഞു കിട്ടും. ഓക്കെ, ഷിവറിങ് ഉണ്ടെങ്കിൽ കാലിന്റെ ഉള്ളംകാലും
കൈയുടെ ഉള്ളം കൈയൊക്കെ ഇങ്ങനെ തിരുമ്മി കൊടുക്കാം. തലകറക്കോ ക്ഷീണൊക്കെ വരുമ്പോ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ വിനീത ചേച്ചി പറഞ്ഞതുപോലെ എന്റെ മോൻ ഇന്നലെ രാത്രി നെൽക്കടലേന്റെ എടുത്തിട്ട് മൂക്കിലേക്ക് ഇട്ടു. അപ്പോ ചെറിയ പിന്നെ വീട്ടിൽ നിന്ന് നോക്കിയിട്ടപ്പോ കിട്ടാതായപ്പോ അടുത്തുള്ള ക്ലിനിക്കിൽ പോയി, അവിടെ നിന്നും കിട്ടിയില്ല. അപ്പൊ ഡോക്ടർ വേറെ വലിയ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ അവിടുന്ന് മയക്കത്തിന്റെ ഇത് കൊടുത്തിട്ട് ഇത് മൂക്കിന്ന് എടുക്കുകയാണ് ചെയ്തത്. അപ്പോ നമ്മള് പിന്നെ ഒന്നും പ്രശ്നമില്ലാണ്ട് കുട്ടികളെ നേരിടുമ്പോ ഒന്നും പിന്നെ കരച്ചിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോ ക്ലിനിക്കിൽ നിന്ന് അങ്ങോട്ടേക്ക് മാറ്റണം എന്ന് പറഞ്ഞപ്പോ പേനിക്കായിട്ട് ഞാൻ കരഞ്ഞു. അപ്പൊ നമ്മള് പിന്നെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ അവർക്ക് അത് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. നമ്മള് പിന്നെ നല്ല ബോൾഡായിട്ട് നിൽക്കുന്നത് പോലെയാണ് കുട്ടികളെ തിരിച്ചിട്ട് പിന്നെ അവർക്കൊരു ധൈര്യം കൊടുക്കണം. അല്ലാണ്ട് നമ്മള് ടെൻഷൻ അടിച്ചിരിക്കുമ്പോ അവരും വല്ലാണ്ട് ടെൻഷനായിട്ട് ഉണ്ടാവുക. അപ്പൊ ആദ്യം കുറച്ച് ധൈര്യം കൊടുത്തിട്ട് പെരുമാറാൻ നോക്കുക. മിസ് പോയിന്നാ തോന്നുന്നു, കാണുന്നില്ലല്ലോ. അതെ, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ക്ലാസ് കഴിഞ്ഞാ? നെറ്റ് ഇഷ്യൂ ആയിരിക്കും. ടെക്നിക്കൽ ഇഷ്യൂ എന്തെങ്കിലും ആയിരിക്കും. ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ ആവോ? കേട്ടായിരുന്നു. എല്ലാരും പറയണ കേക്കുന്നുണ്ട്, മിസ്സിന് മാത്രം കാണാനില്ല. ടീച്ചർ പോയോ? ലിങ്ക് കിട്ടാത്തവർക്കൊന്ന് ഈ ലിങ്ക് അതിൽ ഇട്ട് കൊടുത്താൽ അവരും കൂടെ ഗ്രൂപ്പിൽ കയറുമായിരുന്നല്ലോ. കൊറേ പേര് കിട്ടാത്തവരുണ്ട് കേട്ടോ. ആ ലിങ്ക് ഒന്ന് അയച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് അയച്ചെടുത്തേക്കോ. ഇതിൽ ലിങ്ക് ഇട്ടാ മതിയല്ലോ. എന്നാ പിന്നെ ഗ്രൂപ്പിൽ ഇല്ലാത്തവർക്ക് ഈ ലിങ്കിൽ ജോയിൻ ചെയ്യാമല്ലോ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ആക്ടിവിറ്റി കറക്റ്റ് ചെയ്തായിരുന്നോ? നിങ്ങൾ ചെക്ക് ചെയ്തോ? ചെയ്തല്ലോ. മാർക്ക് എങ്ങനെ കിട്ടിയത് നിങ്ങൾക്ക് അസൈൻമെന്റിന്റെ ഒക്കെ? എനിക്കിതുവരെ ചെയ്തിട്ടില്ല, അതാ ചോദിച്ചത്. ലിങ്ക് അപ്പൊ എടുക്കാൻ എനിക്ക് ഇതിൽ ഷെയർ ചെയ്യാൻ അറിയത്തില്ല. നമ്മളെ ഗ്രൂപ്പിലൊന്നും ഇതിൽ ഷെയർ ചെയ്യാൻ അത് അറിയത്തില്ല. അഡ്മിന് മാത്രമേ ഷെയർ ചെയ്യാൻ കഴിയുള്ളൂ. ആ അസൈൻമെന്റ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞ നമ്പറില്ലേ, ആ നമ്പറിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോ ആ നമ്പറിൽ നിന്ന് ഒരു റിപ്ലൈ വന്നു, മാർക്ക് 20/20 എന്ന് പറഞ്ഞു. എന്താ അസൈൻമെന്റ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞില്ലേ ഒരു നമ്പറിലേക്ക്, ആ നമ്പറിലേക്ക് നമ്മൾ അസൈൻമെന്റ് കൊടുത്തായിരുന്നു. അപ്പോ അവര് ഇന്നലെ റിപ്ലൈ തന്നു 20/20 എന്നും പറഞ്ഞു മാർക്ക്. എന്നിട്ട് നമ്മളെ ബാച്ച് ഏതാണെന്ന് ചോദിച്ചു. ഓ, അത് ശരി. ഞാൻ ഇതിന് മുന്നേ മറ്റേ ക്ലാസ് റൂമിലായിട്ടെ, അപ്പോഴത്തേക്കും ഇത് ഇന്നിപ്പോ നോക്കിയിട്ടും ഇതുവരെ കറക്റ്റ് ചെയ്തിട്ടില്ല. അതാ ചോദിച്ചേ. പോകണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒരു നമ്പർ തന്നല്ലോ, ആ നമ്പറിലേക്ക് ഇട്ട് കൊടുത്തേ. ആണല്ലേ, ശരി ശരി, ഓക്കെ ഓക്കെ. ഉണ്ടാക്കിയെന്ന് പറഞ്ഞു, അത് ആഡ് ചെയ്തിട്ടില്ലല്ലോ. നമുക്കൊന്ന് അതിന്റെ ലിങ്ക് അയച്ചാൽ നമുക്കൊന്ന് ക്ലാസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യായിരുന്നു. അതെ, ഞാനും ക്ലാസ് ഗ്രൂപ്പിലില്ല.
വാട്സപ്പിന്റെ ലിങ്ക് വിട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് നോക്കി. ക്ലാസ് ഗ്രൂപ്പിൽ നിങ്ങൾ ഇതൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവൂലേ? വാട്സപ്പിൽ അയച്ചതേ PDF ആയിട്ടാണ് അയച്ചേ. എന്താ ഗ്രൂപ്പിൽ കയറേണ്ടവരാ ലിങ്കിൽ കയറി ഗ്രൂപ്പിൽ കയറാം, വാട്സപ്പ് ഗ്രൂപ്പിൽ. ഹലോ, ലിങ്ക് വന്നിട്ടുണ്ട്, ആ ലിങ്കിൽ വേഗം കയറൂ. നമ്പർ എനിക്ക് തരുമോ? എനിക്ക് ആരുമായിട്ട് കോണ്ടാക്ട് ഇല്ല. എടാ ക്ലാസ് ഗ്രൂപ്പിൽ എങ്ങനെയാ കയറുക? ഞാൻ എന്റെ നമ്പർ തരട്ടെ. അത് ലിങ്ക് വിട്ടിട്ടുണ്ട്, ലിങ്കിൽ കയറിയോ? ആ ലിങ്കിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോഴേക്കും ലിങ്കിൽ ചോദിച്ചാൽ മതി, എല്ലാം പറഞ്ഞുതരും എല്ലാരും. ഇട്ടിട്ടുണ്ട് അവര്. എടാ എനിക്ക് കിട്ടിയില്ലല്ലോ ലിങ്ക്. ലിങ്ക് മെസ്സേജിൽ പോവും. ലിങ്ക് എന്റെ നമ്പർ തരട്ടെ, മെസ്സേജ് എടുക്കാൻ പറ്റുന്നില്ലേ? മെസ്സേജ് എടുക്കാൻ പറ്റുന്നില്ലേ? ഇല്ല. ഇവിടെ സ്ക്രീനിൽ ഒരു 3 കുത്ത് കാണുന്നില്ലേ? സ്ക്രീനില് അതെ, ആ 3 കുത്തിൽ പോയി ടച്ച് ചെയ്യൂ. ടച്ച് ചെയ്തോ? ഇല്ല ഇല്ല, അത് കിട്ടുന്നില്ലടാ. എന്നാ നമ്പർ ഒന്ന് പറയാം, ഞാൻ എഴുതിയെടുത്തിട്ട് ഞാൻ ചേർക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. 62 ലിങ്കിൽ പറയല്ലേ, നിങ്ങൾ മെസ്സേജ് ആയിട്ടിട്. ഹലോ ഹലോ, ഗ്രൂപ്പില് എടാ 62 62 82 82 02 02 51 38. 51 38. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാട്ടോ. ഓക്കെ എടാ, താങ്ക് യു സോ മച്ച്. ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും. പോയി കേട്ടാ. എടാ ഒരു ഡൗട്ട് കൂടെ ചോദിച്ചോട്ടെ? വേറെ വർക്കുകളൊന്നും ടീച്ചർമാര് തന്നിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, ആ പ്രയർ എഴുതാള് വരെയുള്ളൂ, വേറെ വർക്കൊന്നും തന്നിട്ടില്ല. അല്ലാതെ തന്നിട്ടുള്ള അസൈൻമെന്റ് മാത്രമായിരുന്നല്ലോ. അതെ. ഓക്കെ. പ്രയർ എഴുതാൻ പറഞ്ഞത് ആർക്കറിയാവോ? പ്രയർ ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞോ? എന്തായാലും ടീച്ചർ പറയട്ടെ. ഹലോ പ്രയർ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത്, എഴുതിയിട്ട് അയക്കാൻ പറ. എന്താണ് റെക്കോർഡിൽ എടുത്താൽ മതി. അത് റെക്കോർഡിൽ എഴുതിയിട്ട് വെച്ചാ മതി. മെസ്സേജ് ചോദിക്കുമ്പോ പറഞ്ഞാ മതിന്ന് പറഞ്ഞു. അതെ വെച്ചിരുന്നാ മതി എന്നാ പറഞ്ഞു. ഓക്കെ കേട്ടായിരുന്നു. നമ്പർ മെസ്സേജ് ആയിട്ടോ. ക്ലാസ് കഴിഞ്ഞോ? എടാ ലിങ്കിൽ കേറിയോ എല്ലാരും? ഇതെങ്ങനെ മെസ്സേജ് ഇടുക ഇതില്? ആ ഡോട്ട് ഇല്ല, 3 ഡോട്ട് കണ്ടില്ലേ അതില്? ആ ഡോട്ടിൽ പോയി ക്ലിക്ക് ചെയ്യൂ. അതിൽ പോയി ഇൻകോൾ മെസ്സേജ് പോയിട്ടുണ്ട്, മെസ്സേജ് അയക്കാം. ഏതാ ബാച്ചെന്നറിയോ? ഏതാ ബാച്ചെന്നറിയോ? നമ്മള് 5ാമത്തെ ബാച്ചാണ്. പാടില്ലല്ലോ. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ? യൂണിറ്റ് 4 കഴിഞ്ഞ ക്ലാസ്സില് നമുക്ക് മോഡൽ ക്വസ്റ്റ്യങ്ങൾ 15 തന്നില്ലേ? അതാരേലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിക്ക് തരുമോ? ഞാനന്ന് ക്ലാസ് കണ്ടില്ല. ഗ്രൂപ്പിക്ക് വിടുമോ നോട്ട്? അതില് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതെ, ഞാൻ കണ്ടിട്ടില്ല. മാത്രമേ ആക്ടിവിറ്റി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മാമിന്ന് ആക്ടിവിറ്റി ചോദിക്കുമെന്ന് പറഞ്ഞ് ചോദിച്ചില്ലല്ലേ? ഹലോ, അവിടെ എന്തോ പോകുമല്ലോ, സമയമായിട്ടില്ലല്ലോ. ഓരോ ദിവസം ക്ലാസ് കഴിയുമ്പോ അതിന്റെ നോട്ട്സ് അതില് ഗ്രൂപ്പിൽ ഇടാറുണ്ട്. അപ്പഴേ എഴുതിയെടുക്കാൻ പറ്റില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എങ്കിലും എടുത്ത് വെച്ചോളുണ്ടോ എല്ലാരും? ഒരുപാട് മെസ്സേജ് വരുന്നോണ്ട് നമുക്ക് വരുന്ന മെസ്സേജുകള് കുറെ ബാക്കിലായി പോകും.
അപ്പൊ എന്താ ചെയ്യാ, ക്ലാസ് കഴിഞ്ഞ പാടന്നെ മെസ്സേജ് അയക്കുന്നുണ്ട്, നമുക്ക് നോട്ട്സ് ഒക്കെ ഓരോരുത്തർ അയച്ചു തരുന്നുണ്ട്. അപ്പോഴന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ലെഫ്റ്റ് ആവാമോ? ഓണാക്കിട്ട് ജോലിക്ക് പോയിക്കോ. പിന്നെ ടീച്ചർ അഥവാ വരികയാണെങ്കിലോ? ഓക്കെ ഓക്കെ. ഗ്രൂപ്പില് മിഞ്ഞാന്നാ കേറിയത്, അപ്പൊ അന്ന് കണ്ടില്ല മോഡൽ ക്വസ്റ്റ്യന്റെ ചോദ്യങ്ങള്. ക്ലാസ് കഴിഞ്ഞ പാടന്നെ ഒരു കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോ കുട്ടി ഇട്ടെന്നു. അതെ അതെ ഗൈസ്, ഞങ്ങളെ ഈ കുറച്ച് പേര് ഇന്ന് ആദ്യമായിട്ടാ ഗ്രൂപ്പിൽ കയറിയേ. അപ്പൊ നമുക്ക് ഇതിന് മുന്നത്തെ നോട്ട് നമ്മൾ പേഴ്സണൽ ആയിട്ട് ചോദിച്ചാൽ ഇട്ട് തരുമോ? കാരണം പിന്നെയും ഗ്രൂപ്പിൽ ഇടുമ്പോ അതൊരു ബുദ്ധിമുട്ടല്ലേ മറ്റുള്ളവർക്ക്. അതാ. കേട്ടോ? ഹലോ, ഗ്രൂപ്പിൽ തന്നെ അവരിട്ട് തരും. ഗ്രൂപ്പിൽ തന്നെ ഇട്ട് തരും. എന്താണെന്നറിയോ, ഗ്രൂപ്പിൽ ഇടുമ്പോ എന്താ പറയാ, മറ്റുള്ളവരും പുതിയതായി വന്നവർക്ക് എല്ലാവർക്കും കിട്ടിക്കോളുമല്ലോ. ഓക്കെ, അത് നല്ല കാര്യം. ഓക്കെ, താങ്ക് യു. ഗ്രൂപ്പിൽ തന്നെ ഇടുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത കുറച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുകയും ചെയ്യാം. ശരി. അപ്പൊ ആദ്യം തൊട്ടൊന്ന് ഇട്ടേക്കണേ. നമ്മളിപ്പോ അല്ലേ കയറിയപ്പോ ഇന്ന് കയറിയ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും കിട്ടുമല്ലോ. അതെ, ഓക്കെ, താങ്ക് യു. ഈ അസൈൻമെന്റ് 2 എണ്ണം ഉള്ളോ? അസൈൻമെന്റ് 2 എണ്ണം. രണ്ടാമത്തെ അസൈൻമെന്റ് എന്താ? രണ്ടാമത്തത് മറ്റേ എന്താണ്, ഹെൽത്തി ഫുഡിനെ കുറിച്ചിട്ടാണ്. ഹെൽത്തി ഫുഡും ഒന്ന് യോഗനെ കുറിച്ചിട്ടോ. രണ്ടും സബ്മിറ്റ് ചെയ്തോ? രണ്ട് സബ്മിറ്റ് ചെയ്തു. ആണോ മാം വരോ? ഹെൽത്തി ഫുഡ് ശരണ്യ മിസ്സിനാ? അല്ലല്ല, രണ്ടും ഒരു മിസ്സിനല്ലേ. രണ്ടും ഒരുമിച്ചാണ്. സെപ്പറേറ്റ് ഹെഡിങ് എഴുതണം കേട്ടോ. ഒന്ന് തന്നെ രണ്ടും കൂടി കൊണ്ടുപോയി ഹെഡിങ് എഴുതിട്ട്. എന്തോ അല്ലടാ അസൈൻമെന്റോ? അസൈൻമെന്റ് ഓക്കെ. ഫോർ പേപ്പറിൽ ചെയ്യാം. ഓ, ഇത് സബ്മിറ്റ് ചെയ്യാത്തവർക്ക് ഇനിയും ചെയ്യാവോ? ചെയ്യാൻ പറ്റാ മതിയാവും. ഓ ശരി. ചെയ്യാൻ പറ്റും. ഹലോ ഹലോ, അസൈൻമെന്റ് തരാൻ നമ്മള് ഗൂഗിൾ ക്ലാസ് റൂമിൽ മാർക്ക് സ്കോർ കിട്ടാത്ത ആൾക്കാരില്ലേ, അപ്പൊ അവർക്ക് ഇപ്പൊ ഒരു പറഞ്ഞില്ലായിരുന്നു വാട്സപ്പ് നമ്പർ ഉണ്ടായിരുന്നു, അതിൽ സെൻഡ് ചെയ്താൽ മതിയെന്ന്. അതൊന്ന് ഇടാൻ പറ്റുമോ? നമ്പര് ഗ്രൂപ്പിൽ ഇട്ടാ മതി. അത് മാർക്ക് കുറഞ്ഞവർക്ക് അല്ല, അത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്തവർക്ക് വേണ്ടിയാണ്. സബ്മിറ്റ് ചെയ്യാൻ കഴിയാത്തവർക്കാണ് ആ നമ്പർ എന്തായാലും ഗ്രൂപ്പിൽ ഇടും. ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് ഫോണിൽ ചെയ്യാൻ അറിയില്ലാത്തതുകൊണ്ട്. എനിക്കത് സ്കോർ വരുന്നില്ല. മിസ് വന്നോ? എല്ലാരും മിണ്ടാതിരിക്കാൻ. അത് ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ് നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഭയങ്കരയാണ്. എല്ലാവരും ലീവ് ആക്കിക്കോട്ടാ. സോറി ഫോർ ഇങ്ങനെ പ്രശ്നം വന്നോണ്ടിട്ടോ. എല്ലാവരും ലീവ് ആക്കിക്കോട്ടാ. ഗുഡ് ഹാബിറ്റിന്റെ ആക്ടിവിറ്റി പറഞ്ഞായിരുന്നു മാം. കഴിഞ്ഞ ദിവസം ആക്ടിവിറ്റി ചെയ്യാൻ പറ്റാത്ത ഈ ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുമോ? ഇനി 5 പേര് സെലക്ട് ചെയ്തായിരുന്നു. ക്ലാസ്സിൽ ഇപ്പൊ നെറ്റ് വന്നിട്ടില്ല മോനെ. ഞങ്ങൾ ഫോണിൽ നിന്ന് അത് കണക്ട് ചെയ്തിട്ട് കയറിയൊക്കെയാണ്. എന്നിട്ടാണ് നിങ്ങളോട് ഇൻഫർമേഷൻ പാസ് ചെയ്തേട്ടാ. അടുത്ത ക്ലാസ്സിൽ എന്തായാലും ഫസ്റ്റ് എയ്ഡിന്റെ ആക്ടിവിറ്റി ചെയ്യണമല്ലോ. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ചെയ്യാട്ടോ. സോറിയുടെ എല്ലാവരോടും. ഓക്കെ മാം, കുഴപ്പമില്ല. ബൈ.